ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടാ ഇതുപോലെ 3 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ 3 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഏറ്റവും അടിയിലുള്ള ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം അത് കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഏകദേശം ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഈലും ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരാം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റ് ഉള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു രീതിയിൽ വരുന്നതായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മിറർ വന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു 2 എഫക്റ്റും നമ്മൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയറിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതൊരു മൂവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഓക്കെ, നമ്മൾ ആദ്യത്തെ ഗ്രാഫ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ സെറ്റ് ചെയ്യുക. ശേഷം എൻഡിൽ വന്ന് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എൻഡിൽ വന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഓക്കെ, എൻഡിൽ വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഷേപ്പ് പോയിട്ട് നമ്മൾ അതിൻ്റെ y വാല്യൂ നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക. ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ആയിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ x വാല്യൂ നമ്മൾ 0 ഒക്കെ ആക്കി കൊടുക്കുക. ഓക്കെ, x വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് വന്ന് നേരത്തെ കോപ്പി വെച്ച് ഈ ഒരു ഗ്രാഫ് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്രാഫ് വന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഗ്രാഫ് വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത 2 കീ ഫ്രെയിം, അതായത് എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ y വാല്യൂ നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇവിടെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ വന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക.
എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഇവിടെ സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 100 ആക്കി കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെയറിൻ്റെ, അതായത് ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്ത് കുറച്ചൊന്ന് സൂമൊക്കെ ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ശേഷം ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ശേഷം അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.